നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് എ പാർട്ട്ണറാണ്. അതായത് ഒരു പാർട്ട്ണർ നമ്മുടെ സ്ഥാപനം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്? ഒരു പാർട്ട്ണർ മരണപ്പെട്ടതിനാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ആ പേഴ്സൺ ഒരു കാലത്തും പാർട്ട്ണർ അല്ല. അന്നേരം അയാൾ പോകുമ്പോൾ അയാൾക്ക് നമ്മൾ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. ഒന്ന് ക്യാപിറ്റൽ ബാലൻസ്, 2 ഷെയർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് അതർ ഐറ്റംസ്. ഓക്കെ, അതർ ഐറ്റംസ് എന്താണെന്നുള്ളതെല്ലാം പഠിപ്പിക്കും. ഓക്കെ, മൂന്നാമത്തത് ഗുഡ് വില്ല്. ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുമ്പോൾ സെയിം ആസ് റിട്ടയർമെന്റ് ആണ് ട്രീറ്റ്മെന്റ്സ്. ഓക്കെ, ഒരു മാറ്റമില്ല. ഗുഡ് വിൽ എന്ന് പറയുന്നത് സെയിം ആസ് റിട്ടയർമെന്റ്, സെയിം ട്രീറ്റ്മെന്റ്സ്. ഓക്കെ, എന്താ ജേണൽ എൻട്രി? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഡെത്ത് ആണെങ്കിൽ എന്താന്ന് വെച്ചാൽ, ഓക്കെ, ഡെത്ത് ആണെങ്കിൽ ക്യാപിറ്റൽ എങ്ങനെ ചെയ്യാം? അതായത് ഒരു പാർട്ട്ണർ മരണപ്പെട്ടതിന് അയാൾക്ക് എന്ത് ചെയ്യണം? പേയ്മെന്റ് നടത്തണം. അല്ലെങ്കിൽ അയാളെ നമ്മൾ ഒഴിവാക്കുമ്പോൾ, പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അയാളെ ക്യാപിറ്റൽ ബാലൻസ് കൊടുക്കണം. ക്യാപിറ്റൽ ബാലൻസ് മാത്രമല്ല, റീവാലുവേഷൻ, പ്രോഫിറ്റ്, റിസർവ്സ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൾറെഡി പ്രോഫിറ്റ്, ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണം. അതിലും ആസ് യൂഷ്വൽ ആണ്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, റീവാലുവേഷൻ, ജനറൽ റിസർവ്, P&L അക്കൗണ്ട്, ഡെബിറ്റ് ബാലൻസ്, ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ്. ഈ 5 കാര്യങ്ങൾ അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് റീവാലുവേഷൻ, ഇതിന്റെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് സെയിം ആണ്, ഒരു മാറ്റമില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചേ. ഓക്കെ, ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. റിട്ടയറിംഗ് പാർട്ട്ണറിന് മരണപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും? റിട്ടയറിംഗ് പാർട്ട്ണറിന് പേയ്മെന്റ് നടത്തും. ക്യാഷോ അല്ലെങ്കിൽ അവരെ എമൗണ്ട് എന്ത് ചെയ്യും? ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് നമ്മൾ പൊതുവെ ചെയ്യാറ്. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കണേ, പക്ഷേ നമ്മുടെ പാർട്ട്നേഴ്സിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റൂല. കാരണം മരിച്ചാൾക്ക് പോയിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന സമ്പ്രദായം ഒന്നല്ല. പ്രാക്ടിക്കലിയും പോസിബിൾ അല്ല, തിയററ്റിക്കലിയും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഓക്കെ, ഫസ്റ്റ് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ സെറ്റിൽ ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സിക്യൂട്ടേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എക്സിക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബക്കാർ, മരണപ്പെട്ട പാർട്ട്ണറിന്റെ കുടുംബക്കാരെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. മകനാവാം, ഭാര്യ ആവാം, മകളാവാം, ഹൂവർ. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യും? ഇവർക്ക് കൊടുക്കാനുള്ള ക്യാപിറ്റൽ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ അവർക്ക് സെറ്റിൽ ചെയ്യും. ഇതാണ് ഇതിന്റെ സിസ്റ്റം. ഓക്കെ, ഡെത്ത് ഓഫ് എ പാർട്ട്ണറിന്റെ കേസിൽ ക്യാപിറ്റൽ ബാലൻസ് മരിച്ച പാർട്ട്ണറിന് കൊടുക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, ഒരാൾ മരിച്ചിട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ മരിക്കുന്നതിന് 10 മിനിറ്റ് അയാൾ പറയുമോ ഞാൻ മരിക്കാൻ പോകുകയെന്ന്, നിങ്ങളൊന്ന് പെട്ടെന്ന് പൈസ കൊടുത്താ? അങ്ങനെ ചോദിക്കാൻ കഴിയില്ല. ആർക്കും മരണം എപ്പാന്ന് പറയാൻ പറ്റൂല. എന്നേരം ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്യാപിറ്റലിന്റെ ബാലൻസ് ഇന്നാന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും അവർക്ക് കൊടുത്തതിന് അവർ അനങ്ങൂല, കാരണം മരണപ്പെട്ടില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, മരണപ്പെട്ട പാർട്ട്ണർ നമുക്ക് പേയ്മെന്റ് നടത്താൻ പറ്റൂല. ആർക്കാ പേയ്മെന്റ് നടത്താൻ പറ്റുക? അവരെ കുടുംബക്കാർക്ക്. അതിനാണ് നമ്മളിവിടെ അക്കൗണ്ടിങ്ങിൽ എക്സിക്യൂട്ടേഴ്സ് എന്ന് പറയും. എന്താ പറയാ? എക്സിക്യൂട്ടേഴ്സ്. ശ്രദ്ധിച്ചോ, പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യേണ്ടത് എങ്ങനെയാ? അതായത് ക്യാപിറ്റൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് ജേണൽ എൻട്രി എന്ന് പറഞ്ഞത് ഡിസീസ്ഡ് പാർട്ട്ണർ എന്നാ പറയുക. ഡിസീസ്ഡ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട പാർട്ട്ണർ എന്ന് പറയുന്ന പേരാണ് എന്ത്? ഡിസീസ്ഡ് പാർട്ട്ണർ. ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ടു എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട്. അതായത് ക്യാപിറ്റൽ ബാലൻസ് 0 ആണോ, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ആ എമൗണ്ട് വേറൊരാൾക്ക് കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? അവരെ ക്രെഡിറ്റ് ചെയ്തു. വേറൊരാൾക്ക് കൊടുക്കാണ്ടെന്ന് പറയുമ്പോൾ ലയബിലിറ്റി ആണ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഷുഡ് ബി ക്രെഡിറ്റ് ടു എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് എന്നിട്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യും? എക്സിക്യൂട്ടേഴ്സിന് പേയ്മെന്റ് നടത്തും. എന്താ ജേണൽ എൻട്രി? എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ, ഇനി എക്സിക്യൂട്ടേഴ്സിന് ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി നമ്മൾ എന്ത് ചെയ്യും? എക്സിക്യൂട്ടേഴ്സിന്റെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂല, എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ടിലേക്ക് ടു എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട്. മക്കളെ ശ്രദ്ധിച്ചോ, ഒരു പാർട്ട്ണർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള ക്യാപിറ്റൽ ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എക്സിക്യൂട്ടറിനാണ്, അവരുടെ കുടുംബത്തിലെ ഒരു റെപ്രസെന്റേറ്റീവിന്. എന്നിട്ട് നമ്മൾ അവർക്ക് പിന്നെ സെറ്റിൽമെന്റ് നടത്താം. അവർക്ക് വേണമെങ്കിൽ ക്യാഷ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് കൊടുക്കാനുള്ള പൈസ ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് ഡെത്തിൽ ഒരു ഏകദേശം പഠിക്കാനുള്ള നമ്മുടെ ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്.
പക്ഷെ ഇതൊന്നല്ല മക്കളെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പാർട്ട്ണർ മരണപ്പെടുമ്പോൾ 1/4/2019 അവരോട് മരിക്കാൻ പറയാൻ പറ്റൂല, അല്ലെങ്കിൽ 31 March 2020 മരിക്കാൻ പറയാൻ പറ്റൂല. അതായത് ഇയർ എൻഡിലും ഇയർ സ്റ്റാർട്ടിങ്ങിലും ഒരാളോട് മരിക്കാൻ പറയാൻ പറ്റൂല. ഇങ്ങനെ മരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സ് ഓൾറെഡി, അല്ലെങ്കിൽ നമ്മൾ ആ ടൈം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. ഓക്കെ. പക്ഷേ ജനറലി നമ്മളൊരു പാർട്ട്ണർ മരണപ്പെടുന്നത് ഇൻ ബിറ്റ്വീൻ പീരീഡ് ആണ്. ഇൻ ബിറ്റ്വീൻ പീരീഡ് ആണ് ഒരു പാർട്ട്ണർ മരണപ്പെടാം. ഓക്കെ, ഏതെങ്കിലും ഡേറ്റ് ആയിക്കോട്ടെ. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അപ്പോ എന്തായാലും ഫസ്റ്റ് ഡേറ്റ് ഓഫ് മന്ത് അല്ലെങ്കിൽ 31st ഡേറ്റ് ഓഫ് മന്ത് ആയിരിക്കും. അതുകൊണ്ട് അത് വലിയ ടെൻഷൻ ആക്കണ്ട. 15th April അങ്ങനെയൊന്നും വരൂല. ഒന്നെങ്കിൽ 1st April, അല്ലെങ്കിൽ 30th April, അല്ലെങ്കിൽ 1st May, അല്ലെങ്കിൽ 30th May, അങ്ങനെ വരും. കുറെ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കൂല, നിങ്ങൾ പേടിക്കേ വേണ്ട. ഇൻ ബിറ്റ്വീൻ പീരീഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാർട്ട്ണർ മരണപ്പെടാം. ജനറലി 1/4/2019 മരണപ്പെടണം നിർബന്ധമില്ല, 31/3/2020 മരണപ്പെടണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഫോർ എക്സാമ്പിൾ നമ്മുടെ പാർട്ട്ണർ മരണപ്പെടുന്നത്, ഓക്കെ, ABC ആണ് പാർട്ട്നേഴ്സ്, ബി മരണപ്പെടുന്നത് ഡൈഡ്. ഓക്കെ, ബി മരണപ്പെടുന്നത് 1/7/2019 എന്ന് പറഞ്ഞാൽ April, May, June 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് മരണപ്പെടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു പാർട്ട്ണർ 3 മാസം കഴിഞ്ഞിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ഉണ്ടാക്കൂല. എന്തെല്ലാം ഉണ്ടാക്കാത്തത് ശ്രദ്ധിച്ച എല്ലാവരും. P&L അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്യൂല. കാരണം P&L അപ്രോപ്രിയേഷൻ നമ്മൾ 1 കൊല്ലത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റമാണ്. ഓക്കെ. രണ്ടാമത്തത് P&L അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ, ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ട്രീറ്റ് ചെയ്തിട്ടും ഉണ്ടാവില്ല. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? അതായത് P&L അപ്രോപ്രിയേഷൻ ഐറ്റംസ് ആണ് ഇത് രണ്ട്. ഓക്കെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ആയിട്ടുണ്ടാവില്ല. അതായത് ഇൻ ബിറ്റ്വീൻ പീരീഡ് മരണപ്പെടുമ്പോൾ നമ്മൾ ഇതൊന്നും പ്രിപ്പയർ ചെയ്യണ്ട. കാരണം P&L അക്കൗണ്ടും P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടും എന്നെല്ലാം പറയുന്നത് 1 കൊല്ലത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ 1 കൊല്ലത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റോ 3 മാസം ബിസിനസ്സിൽ നിന്ന പാർട്ട്ണറിന് ആ 3 മാസത്തെ റിലേറ്റഡ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ലാഭം കൊടുക്കാൻ പറ്റൂല, നഷ്ടം കൊടുക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റോ? പറ്റൂല. അതായത് ഒരു പാർട്ട്ണർ 3 മാസമല്ല, 1 ദിവസം ഒരു ഓർഗനൈസേഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ലാഭവും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അയാൾക്ക് കിട്ടണം. അതേപോലെ തന്നെ 3 മാസം ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? 3 മാസത്തിന് റിലേറ്റഡ് ആയിട്ട് പ്രോഫിറ്റ് കൊടുക്കണം, 3 മാസം റിലേറ്റഡ് ആയിട്ട് ലോസ് കൊടുക്കണം, 3 മാസത്തിന് റിലേറ്റഡ് ആയിട്ട് സാലറി ഉണ്ടെങ്കിൽ സാലറി കൊടുക്കണം, കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണം. അതായത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഐറ്റംസിലെ ട്രീറ്റ്മെന്റ് ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. സർ എന്താ റിട്ടയർമെന്റിലോ? റിട്ടയർമെന്റ് നിങ്ങൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും ഇയർ സ്റ്റാർട്ടിങ്ങിലാണ് ഒന്നെങ്കിൽ റിട്ടയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയർ എൻഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇത് ആവശ്യമില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ട് മക്കളെ? അതായത് ഒരു ഡെത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. സർ ഇതെങ്ങനെ ചെയ്യാം? ഒന്നുമില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സാധാരണ കണ്ടുപിടിക്കുന്നവരെ കണ്ടുപിടിക്കാം. പക്ഷെ 3 മാസത്തേക്കാണ് എടുക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 മാസത്തേക്ക് എടുക്കാൻ പറ്റും. കാരണം ഇവിടെ 1/7 മരണപ്പെടുന്നുണ്ടെങ്കിൽ 3 months വരുന്നത്. നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര മാസത്തേക്ക് കണ്ടുപിടിക്കാം? 3 മാസത്തേക്ക്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ 3 മാസത്തേക്ക്. സാലറിയോ 3 മാസത്തേക്ക്. കമ്മീഷൻ പെർ മന്ത് ബേസ്ഡ് ആണെങ്കിൽ 3 മാസത്തേക്ക്. ഇതെല്ലാം 3 മാസത്തേക്ക്. സർ പ്രോഫിറ്റോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ പ്രോഫിറ്റ് അറിയാം? ഓക്കെ, ശ്രദ്ധിക്ക്. നിങ്ങൾക്ക് സാലറിന്റെ മനസ്സിലായി, കമ്മീഷൻ മനസ്സിലായി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മനസ്സിലായി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മനസ്സിലായി. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ജേണൽ എൻട്രി ഞാൻ പറ്റില്ല, വെയിറ്റ്. സർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഷെയർ ഓഫ് പ്രോഫിറ്റ്. അയാൾ 3 മാസം പാർട്ട്ണറായിട്ട് നിൽക്കുമ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? കാരണം P&L അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം? കണ്ടുപിടിക്കൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ക്വസ്റ്റ്യനിൽ പറയും എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്. അതായത് ശ്രദ്ധിച്ചു എല്ലാവരും, ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവരെന്താ പറയുന്ന വെച്ചാൽ ഈ കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റും സെയിമാണ്.
ഒരു വേർഡിങ്സ് അങ്ങനെയാണ്. ഈ കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ കൊല്ലത്തെ സെയിം ആണ്. ഓക്കെ, ഈ കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ പാർട്ട്നേഴ്സിന്റെ ഷെയർ ഈ കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഈ കൊല്ലത്തെ പ്രോഫിറ്റ് നമുക്ക് അറിയില്ല മക്കളെ. കാരണം എന്താണ്? 3 മാസം ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ P&L അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇയാളെ സെറ്റിൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് ഈ കൊല്ലത്തെ അസ്യൂം ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 19-20 ആണ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ 18-19 പ്രോഫിറ്റ്, ഫിനാൻഷ്യൽ ഇയർ 18-19 പ്രോഫിറ്റ്. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ 18-19 പ്രോഫിറ്റ്, ഫിനാൻഷ്യൽ ഇയർ 19-20 പ്രോഫിറ്റ് സെയിം ആണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ 1,20,000 കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ്. ഓട്ടോമാറ്റിക് നമ്മളോട് എന്താ പറയുന്നത്? കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് തന്നെയാണ് ഈ കൊല്ലത്തെ പ്രോഫിറ്റ് എസ്യൂം ചെയ്യണം. എന്നാൽ നമ്മളൊന്ന് മനസ്സിലായി, കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് ആണ് ഈ കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ, അതായത് ഫിനാൻഷ്യൽ ഇയർ 19-20 പ്രോഫിറ്റ് എന്നത് എത്രയായിരിക്കും? 1,20,000. പക്ഷെ ഈ 1,20,000 എക്ക് മാത്രമുള്ളതാ. എ അല്ല, ആരാണ് ഡിസീസ്ഡ് പാർട്ട്ണർ നമ്മൾ പറഞ്ഞത്? ബി. ഓക്കെ, ഈ 1,20,000 എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പാർട്ട്ണറിന് മാത്രമുള്ളതാ? അല്ല, എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ അതിന് കണ്ടുപിടിക്കേണ്ടത് ബീന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ബീന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചു എല്ലാവരും? അത് മാത്രമല്ല, ഈ 1,20,000 എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ പ്രോഫിറ്റ് ആണ്. നമുക്കിപ്പോ ആകെ വേണ്ടത് 3 മാസത്തെ പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, ഡിസീസ്ഡ് പാർട്ട്ണർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1,20,000 into period till death into, okay, period till death into deceased partner share. അതായത് ഒന്നുമില്ല, 1,20,000 പ്രോഫിറ്റ്. അതിൽ 3 മാസത്തെ പ്രോഫിറ്റ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. കാരണം നമുക്ക് 3 മാസം ആവശ്യമുള്ളൂ. എന്നിട്ട് 1,20,000 into 3/12 30,000 കിട്ടും. ഈ 30,000 എന്ന് പറഞ്ഞാൽ ബിക്ക് മാത്രമുള്ളതാണോ? അല്ലല്ല, എല്ലാവർക്കും ഉള്ളതാണ്. എന്നിട്ട് അത് എന്ത് ചെയ്യണം? നമ്മൾ അതിൽ ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ ഷെയർ മാത്രം കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഓക്കെ, മെത്തേഡ് മനസ്സിലായിക്കോ? ബൈ ഹാർട്ട് അല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യനിൽ വേർഡിങ്സ് വരും, അതിനനുസരിച്ച് ഫോളോ ചെയ്യലാണ്. ഒന്ന് പറയാന്ന് വെച്ചാൽ ഈ കൊല്ലത്തെ പ്രോഫിറ്റ് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റും സെയിം ആണ്. ഇനി അല്ലെങ്കിൽ തരാന്ന് വെച്ചാൽ ഈ കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 4 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റും സെയിം ആണ്. ഈ കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 4 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റും സെയിം ആണ്. ജസ്റ്റ് ഒരു അസംഷൻ മാത്രം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ മാത്രം. കറക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ശ്രദ്ധിക്കുക എങ്ങനെയാന്ന്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ 4 കൊല്ലങ്ങളിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,20,000, 2,40,000, 3,60,000. ഓക്കെ, ഇങ്ങനെ തന്നത് ക്വസ്റ്റനിൽ 4 കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 4 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ആവറേജ് കണ്ടുപിടിക്കുക. സിമ്പിൾ ആവറേജ്. ഓക്കെ, സിമ്പിൾ ആവറേജ് ജസ്റ്റ് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 4. ലോസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടും, ആവറേജ് പ്രോഫിറ്റ്, സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അതാണ് ഈ കൊല്ലത്തെ പ്രോഫിറ്റ്, കറണ്ട് ഇയർ പ്രോഫിറ്റ്. ഓക്കെ, കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? എത്ര മാസത്തേക്കാണ് നമുക്ക് വേണ്ടത് അതോട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമ്മുടെ ഈ കേസിൽ 3 മാസത്തോട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിസീസ്ഡ് പാർട്ട്ണറുടെ ഷെയറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് അയാൾക്ക് എത്രയാണോ കൊടുക്കേണ്ടത് അത് കിട്ടും. ഈ കേസിൽ 3:2:1 ആണെന്ന് തോന്നുന്നു. 3:2:1 ആണെങ്കിൽ, ഓക്കെ, 3:2:1 ആണെങ്കിൽ, ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളില് 1,20,000 into 3/12 into 2/6, that is equal to 1,20,000 into 3/12 into 2/6, that is equal to 10,000 rupees. എത്ര വരുന്നത്? 10,000 rupees. അതായത് ബിക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ് മക്കളെ, 10,000 രൂപ. ഓക്കെ, ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കണം വേണ്ട. നമ്മളിപ്പോ ഇവിടെ ഇത് ജസ്റ്റ് പേര് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാല് നമുക്ക് ഡിസീസ്ഡ് പാർട്ട്ണർ സെറ്റിൽ ചെയ്യണം. ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് കൊടുക്കില്ല. ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും? ഇയർ എൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കും.
ഇയർ എൻഡ് ആയിക്കാണ് P&L അപ്രോപ്രിയേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കും. നമുക്കിപ്പോൾ ആകെ വേണ്ടതെന്ന് വെച്ചാൽ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കമ്പ്യൂട്ടേഷൻസ് ഉണ്ട്. എന്തെല്ലാം? ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഒന്ന് സാലറി, പിന്നെ കമ്മീഷൻ, പിന്നെ അതേപോലെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. എല്ലാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എല്ലാം മന്ത് ബേസ്ഡ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത നമ്മൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഷെയർ ഓഫ് പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ പറയുന്ന പറയും. ക്വസ്റ്റ്യൻ പറയും രണ്ട് രീതിയിലാണ് അധികം പറയാം. ഒന്ന്, ഈ കൊല്ലത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റും സെയിം ആണെന്ന് പറയും ഒന്ന്. രണ്ടാമത്തെ പറയും ഈ കൊല്ലത്തെ പ്രോഫിറ്റും കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റും സെയിം ആണ്. കഴിഞ്ഞ 4 കൊല്ലത്തെ സിമ്പിൾ ആവറേജ് സെയിം ആണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് എത്ര മാസത്തേക്കാണ് നമുക്ക് വേണ്ട അത് കണ്ടുപിടിക്കുക. അതിൻ്റെ നിന്ന് എന്ത് ചെയ്യുക? ഡിസീസ്ഡ് പാർട്ട്ണർ ഷെയറോട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഇനി അതേപോലെ ഗുഡ്വില്ല് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഇതാണ് ഡെത്തിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. റിട്ടയർമെന്റിലെ പോലെ തന്നെയാണ് ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഡിസീസ്ഡ് പാർട്ട്ണർ മരണപ്പെട്ടു പോകുമ്പോൾ അവർ സാക്രിഫൈസിങ് പാർട്ട്ണറാണ്, ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഓട്ടോമാറ്റിക്കലി ഗെയിനിങ് പാർട്ട്നേഴ്സ് ആയിരിക്കും. സെയിം റേഷ്യോസ് ആ കണ്ടുപിടിക്കുക, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഓക്കെ ഓക്കെ ഇനി ലാസ്റ്റ് എനിക്ക് പറയാനുള്ള ജേർണൽ എൻട്രീസ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ജേർണൽ എൻട്രീസ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അടുത്ത ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ, നിങ്ങൾ നോക്കിയാട്ടെ. സോറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ, ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ജേർണൽ എൻട്രി. ഇത് വെച്ചിട്ട് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാൻ പോകുന്നത്, വെയിറ്റ് ചെയ്തോ. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ജേർണൽ എൻട്രി. മക്കളെ മനസ്സിലാക്കി. നിങ്ങൾ ഇവിടെ എന്ത് പ്രിപ്പയർ ചെയ്യുന്നില്ല? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഓക്കെ, അതിൽ നമുക്ക് പിന്നെ പറയാം. തൽക്കാലം നിങ്ങൾ നോക്കിയാട്ടെ, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡെബിറ്റ് സൈഡിലുണ്ട്, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിലുണ്ട്. അത് രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്തു. ഇപ്പൊ നിങ്ങളെ ജേർണൽ എൻട്രി നെറ്റ് എൻട്രി എന്ന് പറയുന്നത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ജേർണൽ എൻട്രി ഇപ്പോൾ ഉള്ളത്. മക്കളെ, ഈ ജേർണൽ എൻട്രി നിങ്ങൾ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഇല്ല, പ്രിപ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് P&L അപ്രോപ്രിയേഷൻ അല്ല, P&L സസ്പെൻസ് ആണ്. P&L സസ്പെൻസ് ആണ്. ജേർണൽ എൻട്രി എന്താണ്? P&L സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്തിന്റെ ജേർണൽ എൻട്രി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ജേർണൽ എൻട്രി. എങ്ങനെയാണ്? നെറ്റ് എൻട്രി. സാധാ എൻട്രി തന്നെയാണ് നെറ്റ് എൻട്രി. സർ, പിന്നെ P&L അപ്രോപ്രിയേഷൻ യൂസ് ചെയ്ത് മക്കളെ, P&L അപ്രോപ്രിയേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല, നമ്മളിപ്പോ തൽക്കാലം പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിന് നമ്മൾ പേരിട്ട് P&L സസ്പെൻസ് അക്കൗണ്ട്. ജേർണൽ എൻട്രി എന്ത്? P&L സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് പാർട്ട്നേഴ്സ്? എക്സിക്യൂട്ടീവ്സ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാ ജേർണൽ എൻട്രി. ഓക്കെ, സാലറി ആയിക്കോട്ടെ, കമ്മീഷൻ ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിക്കോട്ടെ, സെയിം ജേർണൽ എൻട്രി. എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെയിം ജേർണൽ എൻട്രി ആണ്. പക്ഷെ നിങ്ങൾ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യണം എന്താ ഐറ്റം എന്നുള്ളത്. P&L സസ്പെൻസ് എഴുതാ, നിങ്ങൾ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക? സാലറിനാ, കമ്മീഷനാ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനാ, വാട്ട് എവർ അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. എന്തുകൊണ്ടാ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ വെറുതെ P&L സസ്പെൻസ് എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ അതിന് പകരം P&L സസ്പെൻസ് ബ്രാക്കറ്റിൽ സാലറി, അതേപോലെ കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷൻ, അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻകത്തിന്റെ ജേർണൽ എൻട്രി. പാർട്ട്ണറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻകം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻഡിച്ചർ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിലോ ഈ ജേർണൽ എൻട്രിന്റെ ഓപ്പോസിറ്റ് ജേർണൽ എൻട്രി. എന്താ ജേർണൽ എൻട്രി വരാ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു P&L സസ്പെൻസ്. ഇതിന്റെ ലോജിക്ക് ഞങ്ങൾക്ക് ആദ്യം പറയാൻ പറ്റൂല. സെയിം ജേർണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യുന്ന എന്നിട്ട് അത് നെറ്റ് ചെയ്ത്. ഓക്കെ, അതേപോലെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നിങ്ങൾ P&L അപ്രോപ്രിയേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പക്ഷെ ഇവിടെ ജേർണൽ എൻട്രി എന്താ? P&L സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്രയേ ഉള്ളൂ. ഡെത്ത് കഴിഞ്ഞ് 100% കഴിഞ്ഞു. മക്കളെ മനസ്സിലാകുന്നുണ്ടാ? മക്കളെ, നിങ്ങൾ ഏതൊരു ജേർണൽ എൻട്രിക്കും ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. നിങ്ങൾ ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യും. P&L സസ്പെൻസ് നിങ്ങൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യോ? ഇല്ല. അതെന്താ ചെയ്യാ?
പി ആൻഡ് സസ്പെൻസ് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് റിലേറ്റഡ് ഐറ്റമാണ്, അല്ലെങ്കിൽ ഒരു പി ആൻഡ് ഐറ്റമാണ്. ഓക്കെ, പി ആൻഡ് ഐറ്റമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പി ആൻഡ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് കാണിക്കണം. എവിടെയാ കാണിക്കുക ബാലൻസ് ഷീറ്റ്? ലയബിലിറ്റി സൈഡ്, സോറി ലയബിലിറ്റി സൈഡ് ഓർ അസറ്റ് സൈഡ്, വാട്ട് എവർ മേ ബി. ലയബിലിറ്റി സൈഡ് ഓർ അസറ്റ് സൈഡ്, വാട്ട് എവർ മേ ബി. ഇത് എന്താന്ന് ചോദിച്ചാൽ ഒരു നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പി ആൻഡ് അക്കൗണ്ട് ഇല്ല നമ്മൾ സാധാരണ അതേപോലെ, അല്ലെങ്കിൽ ജനറൽ റിസർവിന്റെ അക്കൗണ്ട് ഇല്ല അതേ, അതാണ് ഈ പി ആൻഡ് അക്കൗണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. പി ആൻഡ് സസ്പെൻസ്. ഓക്കെ, നമ്മൾ ക്രെഡിറ്റ് സൈഡോ ഡെബിറ്റ് സൈഡോ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യും. സർ, പി ആൻഡ് സസ്പെൻസ് നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യും? പി ആൻഡ് സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യോ? ബാലൻസ് ഷീറ്റിൽ ഒന്നെങ്കിൽ ലയബിലിറ്റി സൈഡ് അല്ലെങ്കിൽ അസറ്റ് സൈഡ്. സർ, അതെങ്ങനെ മനസ്സിലാവാ? വെയിറ്റ് ചെയ്യും. ക്രെഡിറ്റ് സൈഡിലാണ് പി ആൻഡ് സസ്പെൻസ് ഉള്ളതെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി സൈഡ്. ഇനി പി ആൻഡ് സസ്പെൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ ഡെബിറ്റ് ബാലൻസ് ഓട്ടോമാറ്റിക്കലി അസറ്റ് സൈഡ്. ഓക്കെ, പി ആൻഡ് സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ആൻഡ് അക്കൗണ്ട് ഇല്ലേ സാധാരണ പി ആൻഡ് അക്കൗണ്ട്, നമ്മൾ ഈ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പി ആൻഡ് അക്കൗണ്ട് ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ജനറൽ റിസർവ് ഇല്ലേ, അതേപോലത്തെ ഒരു റിസർവ് മാത്രമാണ് ഇത്. അത് പ്രോഫിറ്റ് ആവാം ലോസ് ആവാം. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ലോസ് അസറ്റ് സൈഡിൽ, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് എവിടെ? ലയബിലിറ്റി സൈഡ്. ഇനി സർ, ഡെബിറ്റ് ബാലൻസ് ഇപ്പൊ 3-4 ഐറ്റംസ് ഉണ്ട്. ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ഉള്ള ഐറ്റം അല്ലേ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് ഉള്ളത്, ഇവിടെ ഡെബിറ്റ് ഉള്ളത് ആഡ് ചെയ്യാം. ഓക്കെ, ഡെബിറ്റ് ഉള്ളത് 2 ഐറ്റം ആഡ് ചെയ്യാം, ക്രെഡിറ്റ് ഉള്ളത് മൈനസ് ചെയ്യാം. നിങ്ങൾ ഇത് 2 ആഡ് ചെയ്തിട്ട്, ഓക്കെ, ഇത് 2 ആഡ് ചെയ്ത് ഇതൊന്ന് മൈനസും ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പോസിറ്റീവ് ഫിഗർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ്. അല്ലെങ്കിൽ 2 എണ്ണം ആഡ് ചെയ്തിട്ട് ഒരു മൈനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൈനസ് ഫിഗർ ആ കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ്. അതെല്ലാം നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പി ആൻഡ് സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇതാ പി ആൻഡ് സസ്പെൻസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് ഇതൊന്നും പ്രിപ്പയർ ചെയ്തിട്ട് ടൈം വേസ്റ്റ് ആക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്. സർ ഇത് സെപ്പറേറ്റ് കാണിക്കണം? വേണ്ട, നെറ്റ് ചെയ്താൽ മതി, ഒന്ന് കാണിച്ചാൽ മതി. നമ്മൾ സാധാരണ എസ് കറന്റ് ബീസ് കറന്റ് എന്ന് ട്രീറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ ഒന്നും ട്രീറ്റ് ചെയ്യണ്ട. ഇത് നെറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ലയബിലിറ്റി സൈഡ് അല്ലെങ്കിൽ അസറ്റ് സൈഡ്. പി ആൻഡ് സസ്പെൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പി ആൻഡ് സസ്പെൻസ് അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇതെല്ലാം ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റമാണ്. അതേപോലെ ടു ഷെയർ ഓഫ് പ്രോഫിറ്റ്, സോറി ഇതെല്ലാം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാ വരാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് വരും, എന്റെ ബ്രാക്കറ്റിൽ ഈ സംഭവങ്ങൾ വരും. ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് വരും, ഷെയർ ഓഫ് പ്രോഫിറ്റ് വരും. ക്രെഡിറ്റ് സൈഡിൽ എന്ത് വരും? ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് ബാലൻസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് ബാലൻസ് കിട്ടിയ അസറ്റ് സൈഡിൽ, ക്രെഡിറ്റ് ബാലൻസ് കിട്ടിയ ലയബിലിറ്റി സൈഡ്. ഇത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞതോടെ എന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ 100% എന്ത് ടീച്ച് ചെയ്തു? ഡെത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് ഗുഡ് വില്ല് കാൽക്കുലേഷന് ചിലപ്പോൾ നമ്മളോട് പറയും കഴിഞ്ഞ 3 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ അത് എടുക്കാം. ചിലപ്പോൾ നമ്മളോട് പറയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ 4 കൊല്ലത്തെ ആവറേജ് എടുക്കുക. ഇനിയിപ്പോ അതൊന്നും കൺഫ്യൂഷൻ ആവണ്ട, അത് അവരെങ്ങനെ പറയുന്ന അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യും. ചിലപ്പോൾ നമ്മളോട് പറയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ്, ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറയും കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രോഫിറ്റ്. എന്തുകൊണ്ട് ഗുഡ് വില്ല് അങ്ങനെ പറയുന്നത്? ഗുഡ് വില്ല് നമ്മൾ കണ്ടുപിടിക്കൽ എങ്ങനെയാണ്? സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, വാട്ട് എവർ മെത്തേഡ്. ക്വസ്റ്റ്യൻ പറയുമ്പം അതിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റമില്ല. ക്വസ്റ്റ്യൻ വായിക്കാൻ ആൻസർ ചെയ്യുക. കുട്ടികളുടെ പ്രശ്നം എന്താ അറിയോ? ഒന്നാമത് ഡെത്തിൽ പാരാഗ്രാഫ് വൈസ് പോലെ ഒന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പഠിച്ചു ചില ആൾക്കാർ. നമ്മൾ പഠിക്കൂല, നമ്മൾ വായിക്കും, ചെയ്ത് പ്രൂവ് ചെയ്യും. ഓക്കെ, ഇപ്പോ ഇന്നത്തെ ഹോംവർക്സും ഏകദേശം 90% 99% ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ ഡീലൊന്നും അല്ല. ഓക്കെ അല്ല? ഓക്കെ അല്ല മക്കളെ? ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. The following was the balance sheet of Om and Co. in which XYZ were partners sharing profits and loss in the ratio of 1:2:2. Okay, as on 31/3/2016. Mr. Z died on 31st December 2016. അതായത് 9 മാസം കഴിഞ്ഞതിന് ശേഷം അവർ മരണപ്പെടുന്നത്, മൂന്നാമത്തെ പാർട്ട്ണർ. ഓക്കെ, ഹിസ് അക്കൗണ്ട് ഹാസ് ടു ബി സെറ്റിൽഡ് അണ്ടർ ദ ഫോളോയിങ് ടേംസ്. അയാളെ സെറ്റിൽ ചെയ്യണമെന്ന് പറയുന്നത്, അയാളെ സെറ്റിൽ ചെയ്യണമെന്ന് ഇവർ പറയാണ്ട് തന്നെ നമ്മൾ ചെയ്യും. ട്രേഡ് പേയബിൾസ് ഉണ്ട്, ബാങ്ക് ലോൺ ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഉണ്ട്. ജനറൽ റിസർവിന്റെ ട്രീറ്റ്മെന്റ് അറിയാം, ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ബേസ്ഡ്. ഗുഡ് വിൽ ഓൾറെഡി ഉണ്ട്, അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് അറിയാം. ബിൽഡിംഗ് ഉണ്ട്, കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഇൻവെന്ററീസ് ഉണ്ട്, ട്രേഡ് റിസീവബിൾസ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. വാട്ട് എവർ ഗുഡ് വിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി.
ഗുഡ്വിൽ എന്ത് ചെയ്യണം? റൈറ്റ് ഓഫ് ചെയ്യണം. Goodwill is to be calculated at the rate of 2 years purchase on the basis of average of 3 years profit and losses. Okay, goodwill എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 3 years പ്രോഫിറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ പ്രോഫിറ്റിനൊന്നും ഒരു പ്രോപ്പർ ഓർഡർ ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി, അത് മാത്രം മതി. ഓക്കെ, സിമ്പിൾ ആവറേജ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗുഡ്വിൽ കിട്ടും. ഇനി 3 കൊല്ലത്തെ പ്രോഫിറ്റ് അതിന്റെ അതിലൊരു ലോസാ തന്നത്, ലോസ് തന്നതിനെ മൈനസ് ചെയ്യണം, പ്രോഫിറ്റ് തന്ന ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മളോട് പറയുന്നത് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് ഫ്രം 1/4/2016 to 31/12/2016 shall be ascertained proportionately on the basis of average profit and losses of the preceding 3 years. ഗുഡ്വിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതേ അപ്രോച്ച് എവിടെയും പറയും. എന്താന്ന് പറഞ്ഞാൽ നോക്കിയാട്ടെ നിങ്ങള് 1/4/2016 മുതൽ 31/12/2016 വരെയുള്ള പ്രോഫിറ്റ് എന്താന്ന് ചോദിച്ചാൽ ഷാൽ ബി അസർട്ടൈൻഡ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റഡ് പ്രൊപ്പോർഷനേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു ബേസിസ്, റിലേറ്റീവ് ബേസിസ്, ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഓഫ് ദ പ്രിസീഡിംഗ് 3 years. കഴിഞ്ഞ 3 കൊല്ലത്തെ ആവറേജ് പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട്, ഒന്നുമില്ല, നിങ്ങൾ എന്താണോ ഓൾറെഡി അപ്പുറം സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചത് അതിന്റെ ബേസ് ചെയ്തിട്ട് അത് തന്നെയാണ്. ഓക്കെ, എന്നിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക. During the year ending on 31/3/2016, a car costing 40,000 was purchased on 1/4/2015 and debited to traveling expense account on which depreciation is to be calculated at 20% per annum. This asset is to be brought into account at the depreciated value. അതായത് നമ്മളൊരു കാർ വാങ്ങിച്ചിട്ട് 40,000 രൂപന്റെ ഒരു കാർ വാങ്ങിച്ചിട്ട് 1/4/2015, അതായത് ഒരു കൊല്ലം മുമ്പ്, 1/4/2015 എന്ന് പറയുമ്പോൾ ഒരു കൊല്ലം മുമ്പ്. എന്നിട്ട് അതെന്ത് ചെയ്ത് ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഫസ്റ്റ് അത് റെക്ടിഫൈ ചെയ്യണം, കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ നമ്മളൊരു അഡ്മിഷനിൽ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ അതിന്റെ മുമ്പിലത്തെ ചാപ്റ്ററിലാണ് മറ്റേ ഒരു പ്രശ്നവും നമ്മൾ ഇവിടെയും പറയാം. സാധാരണ അവർ ജേർണൽ എൻട്രി പാസ് ചെയ്തത് റോങ് എൻട്രി. ഓക്കെ, റോങ് എൻട്രി എന്ന് പറയുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്, ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇതാണ് അവർ ജേർണൽ എൻട്രി പാസ് ചെയ്തത്. ഓക്കെ, റൈറ്റ് എൻട്രി എന്ന് പറയുന്നത് കാർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ ക്യാഷിൽ എന്തില്ല? തെറ്റില്ല. ഓക്കെ, അത് മാത്രല്ല ഇവിടെ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു കാർ, അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ജേർണൽ എൻട്രി, റൈറ്റ് എൻട്രീസ്. ഇത് റോങ് എൻട്രീസ്. അതായത് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാവലിംഗ് എക്സ്പെൻസ് വെറുതെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആ കൊല്ലം എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ഒന്നുമില്ല, ശ്രദ്ധിച്ച എല്ലാവരും ശ്രദ്ധിച്ചേ. അതായത് എല്ലാവരും ശ്രദ്ധിച്ചോ, 1/4/2015 ഇങ്ങനെ ഒരു അസറ്റ് വാങ്ങിച്ചില്ലേ, ആ ട്രീറ്റ്മെന്റ് നമ്മളെ പ്രോഫിറ്റ് എഫക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ പ്രോഫിറ്റ് അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അത് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം, പ്രോഫിറ്റിൽ ആഡ് ബാക്ക് ചെയ്യണം. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? എന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയുന്നു. ഓക്കെ, 16, 15, 14. ഓക്കെ, 1/4/2015 ഇത് 15, 16, ഇത് 14, 15, ഇത് 13, 14. ഫൈം റൈറ്റ്, അങ്ങനെയാണ്. ഓക്കെ, ഈ 15, 16 കൊല്ലം നമ്മുടെ പ്രോഫിറ്റ് ശരിക്കും പറഞ്ഞാൽ 30,000 അല്ല വേണ്ടത്. നമ്മൾ ഈ ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ പ്രോഫിറ്റ് ഇത്രത്തോളം കുറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ട്രീറ്റ്മെന്റ് മാറ്റണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോഫിറ്റ് അത്രത്തോളം കുറഞ്ഞില്ലേ? കാരണം ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് ട്രീറ്റ് ചെയ്തതിന് നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം ട്രാവലിംഗ് എക്സ്പെൻസ്. അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കറക്റ്റ് കിട്ടും. എത്ര ആഡ് ബാക്ക് ചെയ്യാൻ നിങ്ങൾ? 40,000 റുപ്പീസ് 40,000 ആഡ് ചെയ്യണം. കാരണം അത് ട്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് അത്രത്തോളം കുറഞ്ഞ്. ശരിക്കും അത്ര പ്രോഫിറ്റ് വേണ്ടത് 70,000 രൂപ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയോ കൂടോ? കുറയണം. നിങ്ങൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. ലെസ് ഡിപ്രീസിയേഷൻ. എത്ര എമൗണ്ട് വരാം ഡിപ്രീസിയേഷന്റെ? അതായത് 20% ആണ് കാൽക്കുലേഷൻ പറയുന്നത്. 1/4/2015 വാങ്ങിച്ചതുകൊണ്ട് ഫുൾ 1 ഇയറിലേക്ക് ഡിപ്രീസിയേഷൻ.
അതായത് 40,000 20% എന്ന് പറയുമ്പോൾ 8,000 rupees വരും. അതായത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 62,000 രൂപ. ഓക്കെ, ഈ 62,000 രൂപയും അതുപോലെ ഈ 20,000 രൂപയും ഈ 10,000 രൂപയും ലോസും വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഗുഡ് വില്ല് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഗുഡ് വില്ലും അതേപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? അതേപോലെ നമ്മൾ ഷെയർ ഓഫ് പ്രോഫിറ്റും കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണ്. ഓക്കെ, ഇനി during the year ending on 31/3/2016 അത് വായിച്ചു. ദിസ് അസറ്റ് ഈസ് ടു ബി ബ്രോട്ട് ഇൻ ടു അക്കൗണ്ട് അറ്റ് ദ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ. അതായത് ഈ അസറ്റ് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവരണം. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, അത് ഓട്ടോമാറ്റിക് വരും ജേർണൽ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ. അതർ വാല്യൂസ് ഓഫ് അസറ്റ്സ് വെയർ അഗ്രീഡ് ആസ് ഫോളോസ്: inventory at 16,000, building at 1,40,000, computers at 50,000, investments at 6,000. Trade receivables were considered good. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ട്രേഡ് റിസീവബിൾസിൽ എന്ത് വേണ്ട? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേർ കൺസിഡേർഡ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ calculate goodwill and Z share in the profit of the firm for the period 1/4/2016 to 31/12/2016. ഫസ്റ്റ് ടാർഗറ്റ് ഗുഡ്വില്ലും ഇതും കണ്ടുപിടിക്കലാണ്. അതിനുശേഷം റിവാലുവേഷൻ അക്കൗണ്ടിങ് അസ്യൂമിംഗ് ദാറ്റ് അതർ ഐറ്റംസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റിമെയിൻഡ് ദി സെയിം. പിന്നെ പ്രിപ്പയർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനിപ്പോ 100% എക്സ്പ്ലെയിൻ ചെയ്യുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ ഒന്നും കൂടി വായിക്കും സ്വന്തമായിട്ട്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാട്ടെ പെട്ടെന്ന് മക്കളെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായ? അതായത് എന്തുകൊണ്ട് ആഡ് ചെയ്യുന്ന എന്തുകൊണ്ട് മൈനസ് ചെയ്യുന്നതിൽ മനസ്സിലായ? നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാതാ? ഓക്കെ, ഉറപ്പാന്ന് വിചാരിക്കുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഈ അസറ്റ് എങ്ങനെയാ നമ്മുടെ പുതിയ ബാലൻസ് ഷീറ്റ് വരണ്ടേ? അസറ്റ് ബാലൻസ് ഷീറ്റ് വെറുതെ വരില്ല, ജേർണൽ എൻട്രി പാസ് ചെയ്യാം. നമ്മൾ ഇതുവരെ ജേർണൽ എൻട്രി പാസ് ചെയ്തില്ല, നമ്മൾ എന്തെല്ലോ ചെയ്തിട്ടുണ്ട് ഇവിടെ, ആഡും മൈനസും. അത് നമ്മൾ കറക്റ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് ചെയ്തത്. ജേർണൽ എൻട്രി ഇതുവരെ പാസ് ചെയ്തില്ല, നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ശ്രദ്ധിക്കുക എല്ലാവരും. ഇതാണ് റോങ് എൻട്രി, ഇതാണ് റൈറ്റ് എൻട്രി. ഓക്കെ, ഇതാണ് റോങ് എൻട്രി, ഇതാണ് റൈറ്റ് എൻട്രി. ഇത് റൈറ്റ് ആണ്, ഇതും റൈറ്റ് ആണ്. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി എഴുതാം. റോങ് എൻട്രി എന്ന് പറയുന്നത് traveling expense account debtor to cash. ഓക്കെ, പിന്നെ റൈറ്റ് എൻട്രി എന്ന് പറയുന്നത് car account debtor to cash, depreciation account debtor to car. account. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. ഇതാണ് നമ്മുടെ ജേർണൽ എൻട്രീസ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ എഫക്ട് നമ്മൾ അവിടെ വെട്ടിക്കണം. അതായത് ഒന്ന് ഇത് കറക്റ്റ് ചെയ്യും വേണം, ഇത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇത് വരികയും വേണം. ഓക്കെ, ഇത് വരികയും വേണം. ഇതിൽ ഏതാ വരേണ്ടത്? കാറാ വരേണ്ടത്. ഡിപ്രീസിയേഷൻ ഒന്നും വരൂല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഡിപ്രീസിയേഷൻ ഒന്നും വരൂല. ഓക്കെ, ഞാൻ കറക്റ്റ് എമൗണ്ട് ചെയ്തത് 40K, ഇവിടെ 40K, ഇവിടെ 40K. ഓക്കെ, ഇവിടെ 8,000, ഇവിടെ 8,000. അതായത് നമ്മളൊരു ട്രാവലിംഗ് എക്സ്പെൻസ് ട്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞത് 40,000 രൂപ. ഓക്കെ, നമ്മളത് റെക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാട്ടെ, ഈ ക്യാഷും കറക്റ്റ് അല്ലേ? ആ രണ്ട് ക്യാഷും കറക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ജേർണൽ എൻട്രി എങ്ങനെ റെക്ടിഫൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ജേർണൽ എൻട്രി കാർ അക്കൗണ്ട് ഡെപ്റ്റർ, കാരണം കാറിന്റെ എഫക്റ്റ് വരണം, കാർ പുതിയ ബാലൻസ് ഷീറ്റ് വരണോണ്ട് കാർ ഡെബിറ്റ് ചെയ്യുക. ഈ ട്രാവലിംഗ് എക്സ്പെൻസ് ഇനി ഇല്ലാണ്ടാവണം, അതുകൊണ്ട് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. എത്രയാണ്? 40K. ഒരു ജേർണൽ എൻട്രി ഇല്ലാണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്ത റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, കാർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് അക്കൗണ്ട് വരും. അതേപോലെ അടുത്ത ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഈ ജേർണൽ എൻട്രി പാസ് ചെയ്താൽ മതി. ഈ ജേർണൽ എൻട്രി എന്ത് ചെയ്താൽ മതി? പാസ് ചെയ്താൽ മതി. കാരണം അതിൽ തെറ്റും ശരിയൊന്നും ഇല്ലല്ലോ, നമ്മൾ ഓൾറെഡി തെറ്റൊന്നും വരുത്തിയിട്ടില്ലല്ലോ ശരിയാക്കാൻ വേണ്ടിയിട്ട്. ജേർണൽ എൻട്രി എന്താ? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു കാർ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു കാർ. ഓക്കെ, എന്താ എമൗണ്ട് എന്ന് വെച്ചാൽ 8,000. നിങ്ങൾ നോക്കണേ, ശ്രദ്ധിക്കണേ എല്ലാവരും. ഇതാണ് ജേർണൽ എൻട്രി. ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ട് ഐറ്റം ആണ്. നിങ്ങൾ അത് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ജേർണൽ എൻട്രി ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഓക്കെ, ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇൻകം പോലെയാണുള്ളത്, കാരണം ഓൾറെഡി എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമ്മൾ പ്രോഫിറ്റ് കുറഞ്ഞു നമ്മൾ റിവേഴ്സ് ചെയ്യണം. ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. സസ്പെൻസ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. സാധാരണ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ആണ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? ഇത് പണ്ടത്തെ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് വെച്ചിട്ട് ചെയ്യണം. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കും. ഓക്കെ, എമൗണ്ട് എന്ന് പറയുന്നത് 40,000. അതേപോലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ഐറ്റം ആണ്. അതും നിങ്ങൾ ക്ലോസ് ചെയ്യണം. ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രീസിയേഷൻ. ഇത്ര ജേർണൽ എൻട്രി ആണ് നമ്മൾ ഇത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പാസ് ചെയ്യേണ്ടത്. റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്? ഇത്ര ജേർണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യണം. കാർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രാവലിംഗ് എക്സ്പെൻസ്, അതായത് കാർ കറക്റ്റ് ആയിട്ട് വന്നു, ട്രാവലിംഗ് എക്സ്പെൻസ് ഓൾറെഡി തെറ്റായത് നമ്മൾ കറക്റ്റ് ചെയ്തു. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു കാർ എന്ന് പറയുന്ന ആ ജേർണൽ എൻട്രി പാസ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? നോമിനൽ അക്കൗണ്ട് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രീസിയേഷൻ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ ആണോ മക്കളെ? മക്കളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഇനി ഇതെല്ലാം പണ്ടത്തെ കാര്യങ്ങളാണ്, കഴിഞ്ഞ കൊല്ലം നടന്ന സംഭവമാണ്, തെറ്റ് എററാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ കോമൺ ഉള്ളതെല്ലാം കട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. എനിക്ക് നെറ്റ് എൻട്രി മതി. എനിക്ക് എന്ത് മതി? നെറ്റ് എൻട്രി മതി. ശ്രദ്ധിക്കെല്ലാവരും നെറ്റ് എൻട്രി മതി. എന്താ എൻട്രി? നിങ്ങൾ നോക്കിയാ ട്രാവലിംഗ് എക്സ്പെൻസ് ഇവിടെ ക്രെഡിറ്റ് ഉണ്ട് 40,000, ഇവിടെ ട്രാവലിംഗ് എക്സ്പെൻസ് ഡെബിറ്റ് ഉണ്ട്, അതും കട്ട് ചെയ്തു. ഡിപ്രീസിയേഷൻ ഇവിടെ ഡെബിറ്റ് ഉണ്ട് 8,000, അതേപോലെ ഡിപ്രീസിയേഷൻ ഇവിടെ ക്രെഡിറ്റ് ഉണ്ട്, അതും കട്ട് ചെയ്തു. ഓക്കെ, നോക്കിക്കോ, കാറും നമുക്ക് എന്തുണ്ട്? ഡെബിറ്റിലും ക്രെഡിറ്റിലും ഉണ്ട്, അതും കട്ട് ചെയ്തു. പക്ഷെ എമൗണ്ട് മാറ്റിയിട്ടുണ്ട് മക്കളെ. നമ്മൾ എന്ത് ചെയ്യണം? കാർ അക്കൗണ്ട് ഡെപ്റ്റർ 32,000. എത്ര? 32,000. എങ്ങനെ കിട്ടിയത്? അതായത് ഡെബിറ്റ് സൈഡിൽ 40,000, ക്രെഡിറ്റ് സൈഡിൽ 8,000. നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എന്താണ്? രണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്, കട്ട് ചെയ്തോ. എന്നിട്ട് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യുക? ടു P&L സസ്പെൻസ് അക്കൗണ്ട്. എത്ര എമൗണ്ട് നിങ്ങൾ നോക്കിയാട്ടെ? ഇവിടെ 40,000, ഇവിടെ എത്രയാ? 8,000. നെറ്റ് എത്രയാ? 32,000. പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക്? എല്ലാ പാർട്ട്നേഴ്സിനും. എന്താ ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ജേർണൽ എൻട്രി 32,000. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മക്കളെ പറയുന്നത് ശ്രദ്ധിച്ചോ? എല്ലാവരും പറയുന്നത് ശ്രദ്ധിച്ചോ? ഇതും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നെറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക് ജേർണൽ എൻട്രി എന്താവും? കാർ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ശ്രദ്ധിക്ക്, നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു. അത് ഈ പ്രാവശ്യം റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കൂടൂലേ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് 40,000 പ്രോഫിറ്റ് വേണം. പക്ഷെ ഡിപ്രീസിയേഷൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 40,000 അല്ല പ്രോഫിറ്റ് ഉണ്ടാവുക, 32,000. കാരണം 40,000 മൈനസ് 8,000, 32,000 പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ആർക്കുള്ളതാ? പാർട്ട്നേഴ്സിനുള്ളത്. പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് ഈ കൊല്ലത്തതല്ല മക്കളെ, കഴിഞ്ഞ കൊല്ലത്തതാ. എന്താ ജേർണൽ എൻട്രി? കാർ ഡെബിറ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ കാർ എന്ത് ചെയ്തില്ല? ബാലൻസ് ഷീറ്റിൽ വന്നിട്ടില്ല. റീവാലുവേഷൻ എന്നല്ല മക്കളെ, കാർ നമ്മൾ എന്ത് ചെയ്തില്ല? ജേർണൽ എൻട്രി പാസ് ചെയ്തില്ല. അതുകൊണ്ട് കാർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ആ ജേർണൽ എൻട്രി വരുന്നത്. പക്ഷെ ഇത് എങ്ങനെ വരുന്നത്? അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അത് എവിടെ നിങ്ങൾ ട്രാക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആക്കാം. ഓക്കെ, അതായത് ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് ട്രീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ത് ചെയ്ത്? കുറഞ്ഞു 40,000. അത് റിവേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാഭം 40,000 ആയി കയ്യിൽ. അത് ആർക്കുള്ള? പാർട്ട്നേഴ്സിനുള്ള. പക്ഷെ നിങ്ങൾ ഒരു 8,000 ഡിപ്രീസിയേഷൻ ട്രീറ്റ് ചെയ്യാണ്ട് അത് ട്രീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഫിറ്റ് കുറഞ്ഞു. എത്രയായി? 32,000 ആയി. ഈ 32,000 ആർക്കുള്ളതാ? പാർട്ട്നേഴ്സിനുള്ളത്. എന്താ ജേർണൽ എൻട്രി? എന്തോ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കാരണം പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് എപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റിലാണ് ട്രീറ്റ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അങ്ങനെയല്ല ചെയ്യല്. പക്ഷെ ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത് കാറാണ്. കാരണം കാർ ബാലൻസ് ഷീറ്റിൽ വരണം. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? അതായത് ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് എന്ത് പറയുന്നില്ല? ഡിസീസ്ഡ് പാർട്ട്ണറിന്റെ പേയ്മെന്റിനെ കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, XYZ illustration 1 of death. Okay, the following was the balance sheet of Om & Co in which XYZ were partners sharing profits and loss in the ratio of 1:2:2. അതാണ് ഞാനിപ്പോ ഇവിടെ എഴുതി വെച്ചത്.
മിസ്റ്റർ സെഡ് ഡൈഡ് ഓൺ 31st December 2016. 9 months കഴിഞ്ഞതിന് ശേഷമാണ് മരണപ്പെടുന്നത്. ഞാൻ വെറുതെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ 9 months എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റംസ് വായിക്കാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ട് ഇൻവെന്ററി, ബിൽഡിംഗ്, കമ്പ്യൂട്ടർ, ഇൻവെസ്റ്റ്മെന്റ്സ്, ട്രേഡ് റിസീവബിൾസ്. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് പേയബിൾസ് ആണ് ബാലൻസ് ഷീറ്റിലുള്ളത്. അത് ട്രേഡ് പേയബിൾസ് എന്നിട്ട് കാണിച്ചു. ഔട്ടർ കോളത്തിലാണ് കാണിക്കേണ്ടത്, കാരണം അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ, 20,000 rupees. നെക്സ്റ്റ് ഐറ്റം ബാങ്ക് ലോൺ, അതും അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഔട്ടർ കോളത്തിൽ 50,000 rupees. ഓക്കെ, നെക്സ്റ്റ് ജനറൽ റിസർവ് ആണ്. ജനറൽ റിസർവ് നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിന് മുന്നേ ബൈ ബാലൻസ് പ്രോബ്ലം ഫസ്റ്റ് ട്രീറ്റ് ചെയ്തേ പറ്റൂ. ബൈ ജനറൽ റിസർവ്. ഓക്കെ, ബൈ ജനറൽ റിസർവ് എന്നിട്ട് 30,000 എന്ന് പറയുമ്പോൾ 1:2:2 എന്ന് പറയുമ്പോൾ 1:2:2 എന്ന് പറയുമ്പോൾ 5 ഡിവൈഡഡ് 6,000. സോ 12,000 12,000 6,000 ആണ് എമൗണ്ട് വരാം. 6,000 12,000 12,000. ഓക്കെ, പിന്നെ കാരണം 30,000 1:2:2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് 40K 80K 80K. ഓക്കെ, പിന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് പോകുമ്പോൾ ഗുഡ്വിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക, റൈറ്റ് ഓഫ് ചെയ്യുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റഡ് ടു ഗുഡ്വിൽ 30,000. ആ 30,000 എന്ന് പറയുന്നത് സെയിം 6,000 12,000 12,000. നെക്സ്റ്റ് ഐറ്റം ബിൽഡിംഗ്. ബിൽഡിംഗ് നമ്മൾ ബാലൻസ് ഷീറ്റാണ് കാണിക്കേണ്ടത്. ഓക്കെ, ബിൽഡിംഗ് ബാലൻസ് ഷീറ്റാണ് കാണിക്കേണ്ടത്. ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പം എത്ര എമൗണ്ട്, 1,20,000. അത് ഇന്നർ കോളത്തിലാണ്, കാരണം അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇഫ് ഐ എം റൈറ്റ്, അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആണ്. കുറച്ച് സ്പേസ് വിടാം. കമ്പ്യൂട്ടറും ഇന്നർ കോളത്തിൽ തന്നെ കാണിച്ചാൽ മതി. 80,000 rupees. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇൻവെന്ററീസ്, കാരണം ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നർ കോളത്തിൽ കാണിക്കുന്ന. ഇൻവെന്ററീസ് 20,000. ട്രേഡ് റിസീവബിൾസ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, എല്ലാം കൺസിഡർഡ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഒന്നും മാറ്റിയില്ല എന്നാണ് അർത്ഥം. 20,000. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സ്, അടുത്ത ക്യാഷ് അറ്റ് ബാങ്ക്. അതിന് മുന്നേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താ ഇൻവെസ്റ്റ്മെന്റ് ദർ ഇസ് എ റിവാലുവേഷൻ, ഐ തിങ്ക് സോ. റിവാലുവേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ്മെന്റ് ഇന്നർ കോളത്തിൽ. ലാസ്റ്റ് ഐറ്റം ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്കിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, എന്നാൽ നമുക്ക് അത് ഇന്നർ കോളത്തിൽ തൽക്കാലം കാണിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റണമെങ്കിൽ മാറ്റാം. 20,000 rupees. ഇതൊക്കെ ചെയ്തതിനു ശേഷം അടുത്ത ഗുഡ്വിൽ കാൽക്കുലേഷനെ കുറിച്ചാണ് പറയുന്നത്. ഗുഡ്വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 31st March 2014, 31st March 2016, 31st March 2015, 31st March 2016. നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 14-ല് 10,000 ലോസ് ആണ്. ലോസ് ആകുമ്പോൾ നെഗറ്റീവ് ഫിഗർ കാണിക്കാം. പിന്നെ 20,000. ഓക്കെ, 30,000. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം മക്കളെ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാവുള്ളൂ. ആഡ് ട്രാവലിംഗ് എക്സ്പെൻസ്. ഓക്കെ, ആഡ് ട്രാവലിംഗ് എക്സ്പെൻസ്, അത് ആഡ് ചെയ്യണത് ഇതിന്റെ കൂടെയാണ്. എത്രയാണ്, 40,000. ആഡ് ട്രാവലിംഗ് എക്സ്പെൻസ് റോങ്ലി ഡെബിറ്റഡ്. റോങ്ലി ഡെബിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ആ 40,000 ആഡ് ചെയ്യാം. ലെസ് ഡിപ്രീസിയേഷൻ ഓൺ കാർ. ഓക്കെ, അതും നമ്മൾ ആ കൊല്ലം മാത്രമേ കാണിക്കേണ്ടൂ. എത്രയാണ്, 8,000. ഓക്കെ, അത് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. നമുക്ക് പ്രോഫിറ്റ് കിട്ടും 62,000, 20,000, 10,000. ഓക്കെ, ഇത് എന്റെ ഫോർമാറ്റ് ആണ്, നിങ്ങൾ ഇതന്നെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഗുഡ്വിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ആഡ് ചെയ്യുക എല്ലാ പ്രോഫിറ്റും, എന്നിട്ട് എന്ത് ചെയ്യുക, 62,000 പ്ലസ് 20,000 മൈനസ് 10,000. ഓക്കെ, ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് 2 years പർച്ചേസ് എന്നാണ് പറയുന്നത്. 2 എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ആൻസർ കിട്ടും 62,000 പ്ലസ് 20,000 മൈനസ് 10,000 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 48,000 ആണ് നമ്മുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ. ഓക്കെ, വേണമെങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ തന്നെ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു
സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 62,000 പ്ലസ് 20,000 എന്ന് പറയുന്നത് 82,000 മൈനസ് 10,000 എന്ന് പറയുന്നത് 72,000. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 72,000. 48,000 ഗുഡ് വില്ല് കിട്ടി. ഓക്കെ, നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആരാ റിട്ടയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത്? സെഡ് ആണ് മരണപ്പെടുന്നത്. മൂന്നാമത്തെ പാർട്ണർ മരണപ്പെടുന്നത്. സെഡ് ഷെയർ ഓഫ് ഗുഡ് വില്ല് കണ്ടുപിടിക്കാം. സെഡ് ഷെയർ ഓഫ് ഗുഡ് വില്ല് ഈസ് ഈക്വൽ ടു 48,000 ഇൻടു ഹിസ് ഷെയർ എന്ന് പറയുമ്പോൾ 1:2:2 അല്ലേ നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ? 1:2:2 ആണ്. അതുകൊണ്ട് തന്നെ 2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 48,000 ഇൻടു 2/5. 48,000 into 2 divided by 5. That is equal to 19,200. That is equal to 19,200. ഇതാണ് നമ്മുടെ ഗുഡ് വില്ലിന്റെ വാല്യൂ കിട്ടുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം? ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ വായിച്ചിട്ടില്ല, ഇതുവരെ വായിച്ചാൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്ത് ഞാൻ ഓൾറെഡി വായിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഓക്കെ, അതായത് ഡ്യൂറിംഗ് ദി ഇയർ ended on 31st March 2060 a car costing 40,000 was purchased on 1/4/2015. അത് കാരണം നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആൻഡ് ഡെബിറ്റഡ് ടു ട്രാവലിംഗ് എക്സ്പെൻസ്. അതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അതുകൊണ്ട് ആഡ് ബാക്ക് ചെയ്തു. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് കുറയണം, അതുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്യും. ദ അസറ്റ് ഈസ് ടു ബി ബ്രോട്ട് ഇൻ ടു അക്കൗണ്ട് അറ്റ് ദ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ. അതിന്റെ ജേർണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. അത് വെയിറ്റ് ചെയ്ത് നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ, ഇനി പ്രോഫിറ്റ് ഫോർ ദി ഇയർ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതും അപ്രോപ്രിയേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മളോട് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ന്യൂ റേഷ്യോനെ കുറിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, അതായത് എക്സിന്റെ ഷെയർ എന്ന് പറയുന്നത് 19,200 into 1/3. 19,200 into 1/3 എന്ന് പറയുന്നത് 6,400. വൈന്റെ ഷെയർ എന്ന് പറയുന്നത് വൈന്റെ ഷെയർ എന്ന് പറയുന്നത് 19,200 into 2/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 19,200 into 2/3 എന്ന് പറയുന്നത് 12,800. നമ്മൾ അതിന്റെ ജേർണൽ എൻട്രി ഫസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്തോ. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നത് സെഡ് ആണ് മരണപ്പെടുന്ന പാർട്ട്ണർ. ഓക്കെ, സെഡ് ആണ് മരണപ്പെടുന്ന പാർട്ട്ണർ, അതാണ് സാക്രിഫൈസിംഗ് പാർട്ട്ണർ. നമ്മൾ എന്ത് ചെയ്യാം? ജേർണൽ എൻട്രി 6,400 12,800 നമ്മൾ എന്ത് ചെയ്യാം? ബൈ എക്സ് ബൈ വൈ. ഓക്കെ, അതെന്ത് ചെയ്യുക? സെഡിൽ പോസ്റ്റ് ചെയ്യുക 6,400 12,800. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഷെയർ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സെഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. Z share of profit is equal to simple average profit into 9/12 into 2/5. Okay, 9/12 ആണ് പീരീഡ്. 2/5 എന്ന് പറയുമ്പോൾ ഹിസ് ഷെയർ. ഓക്കെ, സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് എത്ര നമുക്ക് കിട്ടിയത്? 72,000. എത്രയാണ്? 72,000. 72,000 into 9/12 into 2/5. That is equal to 21,600 കിട്ടും. ഓക്കെ, ഷെയർ ഓഫ് പ്രോഫിറ്റിന്റെ ജേർണൽ എൻട്രി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ്. എത്ര എമൗണ്ട് കിട്ടിയത്? 21,600. അത് അവർക്ക് മാത്രമേ കൊടുക്കൂ, ബാക്കിയുള്ളവർക്ക് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തെറ്റുണ്ട്. അതായത് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ എടുത്തത് 72,000 ആണ്. 62,000 പ്ലസ് 20,000 മൈനസ് 10,000 ആണ് 72,000 ആണ്. പക്ഷെ ഡിവൈഡ് ബൈ 3 ചെയ്യണം, അല്ലെങ്കിൽ 24,000 കിട്ടും. അതാണ് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം സെഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 9/12 ഇൻറ്റു 2/5. ദാറ്റ് ഈസ് 24,000 ഇൻറ്റു 9 divided by 12 ഇൻറ്റു 2/5. That is equal to 7,200. 7,200. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അത് എൻട്രിയിലേക്ക് പോകാം. എൻട്രിയിലേക്ക് പോകുമ്പോൾ $7,200. ഓക്കെ, 7,200. ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ കാറിന്റെ ജേർണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യണം. കാറിന്റെ ജേർണൽ എൻട്രി എന്താ? ബൈ കാർ. ഓക്കെ,
ബൈ കാർ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എത്ര എമൗണ്ട്? 32,000. ഏത് റേഷ്യോയില്? 1:2:2. 32,000 ഡിവൈഡ് ബൈ 5, 6,400. 6,400, 12,800, 12,800. അപ്പൊ തന്നെ എന്ത് ചെയ്യുക? കാർ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. കാർ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ 32,000 നോട്ട് കാണിക്കാം. ഓക്കെ, 32,000 നോട്ട് കാണിക്കാം. പിന്നെ നമ്മൾ വായിക്കുന്നതിനനുസരിച്ചിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ, ശ്രദ്ധിച്ചോ. അടുത്തെന്താന്ന് വെച്ചാല് നമ്മളോട് അടുത്ത പറയുന്ന വെച്ചാൽ അതർ വാല്യൂസ് ഓഫ് അസറ്റ്സ് വെയർ അഗ്രീഡ് ആസ് ഫോളോസ്. ഇൻവെന്ററി അറ്റ് 16,000. ഇൻവെന്ററി ഇപ്പോൾ 20,000 ആണ്, അത് ഡിക്രീസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ഇൻവെന്ററി എത്രയാ? 4,000 rupees. നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ ലെസ് ഡിക്രീസ് 4,000. എത്ര എമൗണ്ട് വരെ? ഔട്ടർ കോളത്തിൽ 16,000. നമ്മളോട് പറയുന്നത് ബിൽഡിംഗ് 1,40,000. ബിൽഡിംഗ് 1,40,000 എന്ന് പറയുമ്പോൾ ആഡ് ഇൻക്രീസ് എത്രയാ? 20,000. 1,40,000 ഔട്ടർ കോളത്തിൽ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? അത് ബൈ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കാം 20,000. നമ്മളോട് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് 50,000. കമ്പ്യൂട്ടേഴ്സിന്റെ വാല്യൂ ഓൾറെഡി എത്രയുള്ളത്? 80,000 ആണ്. ലെസ് ഡിക്രീസ് എത്രയാ? 30,000. 50,000 ഔട്ടർ കോളത്തിൽ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക? ഡിക്രീസ് എന്ന് പറയുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ ട്രീറ്റ് ചെയ്യുക. ടു കമ്പ്യൂട്ടർ 30,000. ഓക്കെ, അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് 6,000 എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എത്രയുള്ളത്? 10,000 ആവുള്ളൂ. ലെസ് ഡിക്രീസ് 4,000. ഔട്ടർ കോളത്തിൽ 6,000. നിങ്ങൾ എന്ത് ചെയ്യുക? റീവാലുവേഷൻ അക്കൗണ്ടിലും ഡെബിറ്റ് സൈഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് 4,000 rupees. ഓക്കെ, അത് ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തില്ലേ? ഇനി നിങ്ങൾ ജസ്റ്റ് ബാലൻസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതായത് 4,000, 4,000, 8,000, 38,000 ആണ് ഡെബിറ്റ് സൈഡ് വരാം. സോ ഇറ്റ് ഈസ് ലോസ് ഓൺ റീവാലുവേഷൻ ബൈ ലോസ് ഓൺ റീവാലുവേഷൻ. ബൈ ലോസ് ഓൺ റീവാലുവേഷൻ എത്ര വരുന്നത്? 18,000 rupees വരുന്നുണ്ട്. അത് XYZ. XYZ എന്ന് പറയുമ്പോൾ 1:2:2 റേഷ്യോ ആണ്. 18,000 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 3,600 കിട്ടും. എക്സിന് 3,600, ബാക്കി രണ്ടാക്കും 7,200. ലോസ് ഓൺ റീവാലുവേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക ടു റീവാലുവേഷൻ. ഓക്കെ, എത്ര എമൗണ്ട്? 3,600, 7,200, 7,200. ഓക്കെ, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡ് നിങ്ങൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സെഡിന്റെ ഫസ്റ്റ് ടോട്ടൽ ചെയ്യുക 80,000 പ്ലസ് 12,000 പ്ലസ് 6,400 പ്ലസ് 12,800 പ്ലസ് 7,200 പ്ലസ് 12,800. ദാറ്റ് ഈസ് 1,31,200. 1,31,200. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? 92,000 പ്ലസ് 12,800. ദാറ്റ് ഈസ് 1,04,800 വരും. വൈൻ്റെത് 46,000 പ്ലസ് 6,400. ദാറ്റ് ഈസ് 52,400 വരും. 52,400, 1,04,800. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ക്യാരി ഓൺ ചെയ്യുക. ബാലൻസ് ക്യാരി ഓൺ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് എക്സിനും വൈക്കും മാത്രമേ ബാലൻസ് ഉണ്ടാവും, മറ്റേ ആൾക്ക് എന്തെങ്കിലും ഉണ്ടാവില്ല, ബാലൻസ് ഉണ്ടാവില്ല. 52,400 മൈനസ് 12,400 minus 3,600, that is 36,400. Okay, next നിങ്ങൾ ചെയ്യുമ്പോൾ 1,04,800 minus 24,800 minus 7,200, that is 72,800. Okay, ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? സെഡിന്റെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സെഡിന്റെ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറയുന്നത് 1,31,200 minus 12,000 minus 7,200, that is 1,12,000. മക്കളെ 1,12,000 നമ്മൾ എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ലോൺ അക്കൗണ്ടിലേക്കല്ല. എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം പേയ്മെന്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും, പേയ്മെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അവിടുന്നാണ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ പേയ്മെന്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് ലോൺ അക്കൗണ്ടിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ലെഡ്ജർ അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട, സെഡ് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബാലൻസ് ഷീറ്റ് കാണിച്ചു. എത്ര എമൗണ്ട്? 1,12,000. ക്യാപിറ്റൽ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ XY. എക്സിന്റെ എത്രയാ? 36,400. വൈൻ്റെത് 72,800.
ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് എന്താവും? ടാലി ആവും. ഓക്കെ, ഐ വിൽ ചെക്ക് വൺസ് മോർ. 36,400 plus 72,800 plus 1,12,000 plus 20,000 plus 50,000. 2,91,200 കിട്ടും. 2,91,200. ക്യാഷ് അറ്റ് ബാങ്കിന് നോ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അതുകൊണ്ട് ഇവിടെ സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ തന്നെ എഴുതിക്കോ 20,000. ഓക്കെ, അതിനുശേഷം 1,40,000 plus 50,000 plus 16,000 plus 20,000 plus 38,000 plus 20,000. That is equal to 2,84,000. Something is missing. Okay, wait. Makla. 1,40,000 plus 50,000 plus 16,000 plus 20. Okay, fine. നമ്മൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ട്രീറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അത് ട്രീറ്റ് ചെയ്യുക 7,200 ആണ്. കാരണം ജേർണലി പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് അപ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ഡെബിറ്റ് സൈഡ് ഉള്ളതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആവും. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അസറ്റ് സൈഡിൽ കാണിക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലിയായി. ഇവിടെ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ, ആകെ നമ്മൾ നോക്കേണ്ടത് ഒരു ഗുഡ് വിൽ കാൽക്കുലേഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ പ്രോഫിറ്റ് കാൽക്കുലേഷനിലും ഒരു ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ അനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാലി ആവും. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം റിട്ടയർമെന്റ് നമ്മൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫ്ലോയിൽ പോയിക്കോളും, ഒരു പേടിയും വേണ്ട.